ഒരു നല്ല കാര്യത്തിനിറങ്ങുമ്പോൾ മഴയൊരു നല്ല ലക്ഷണമാണ് നമ്മൾ കേട്ടിട്ടില്ലേ? അത്തരം ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്കിന്ന്. ഞങ്ങളുടെ മിയാവാക്കി കാഴ്ചയിലേക്ക് സ്വാഗതം. 2 മാസം മുമ്പ് മിയാവാക്കി വനം നടാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ കുഴിയാണ് ഈ കാണുന്നത് നിങ്ങൾ. അന്ന് നമ്മൾ ചെയ്തത് 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തതിന് ശേഷം 1/2 മീറ്ററോളം മണ്ണും ചാണകവും കമ്പോസ്റ്റും അതിൻ്റെ മുകളിൽ ഈ പുല്ലും കൂടെ നിരത്തി നമ്മളിങ്ങനെ റെസ്റ്റിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് 1-2 തവണ വന്ന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇടയ്ക്ക് നന്നായിട്ട് ഒന്ന് മഴ കിട്ടി. അപ്പോൾ അങ്ങനെ ഇപ്പം അത് നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു 2 മാസം കൊണ്ട് എന്തായിരിക്കും ആ മണ്ണിൻ്റെ ഒരു അവസ്ഥ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏകദേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ, ആ ചാണകവും കമ്പോസ്റ്റും ആ പുല്ലും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സായി ഒരു നല്ലൊരു ഓർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ ഒരു ബെഡ് നമുക്ക് താഴെ റെഡി ആയിട്ടുണ്ട്. ഇത് മിയാവാക്കി ഫോറസ്റ്റ് നടുന്നതിൻ്റെ ഒരു രീതിയല്ല. നമ്മൾ ഇങ്ങനെ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, നമുക്ക് ചെടി നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ചെടികളെ ചട്ടിയിലേക്ക് മാറ്റി ഒരു 2 മാസം വളർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു ഓർഗാനിക് ബെഡ് ഉണ്ടാക്കിയെടുക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അതൊന്ന് നിരത്തി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല ഒന്നാന്തരം ഒരു വളം നമുക്ക് നമ്മുടെ കുഴിയുടെ അടിയിൽ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ മേൽമണ്ണിൻ്റെ ഒരു ലെയർ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത്, ആ മേൽമണ്ണിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉമി നിറയ്ക്കും. ഏകദേശം ഒരു 18 ചാക്കോളം ഉമി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നും 9 ചാക്കാണ് നമ്മൾ ആദ്യത്തെ ഈ ഒരു ലെയറിലേക്ക് നിറച്ചു കൊടുക്കുന്നത്. പതിവ് പോലെ രാജുവേട്ടനും രവിയും തന്നെയാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത്തരം എല്ലാ കാര്യങ്ങൾക്കും അവർ തന്നെയാണ് ഞങ്ങളുടെ കൂട്ട്. അപ്പൊ ഈ ഉമി നിറയ്ക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണ് ഉറച്ചു പോകാതിരിക്കാൻ ഉമി നല്ല രീതിയിൽ സഹായിക്കും. അത് മെയിനായിട്ട് നമ്മുടെ ചെടികളുടെ വേരോട്ടത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. മിയാവാക്കി ഫോറസ്റ്റ് നടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഇളക്കമുള്ള മണ്ണിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത്. അത് ചെടികളുടെ വളർച്ചയ്ക്ക് വേരോട്ടത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 8 ചാക്കോളം ഉമി നമ്മൾ ഈ ഫസ്റ്റ് ലെയറിൽ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത് ചകിരിച്ചോറാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒരു 4-5 ചാക്ക് ചകിരിച്ചോറ് ഇടാമെന്ന്. പക്ഷെ ഞങ്ങളത് 2 ചാക്കായിട്ട് കുറച്ചു. 2 കാരണമുണ്ട്. ഒന്ന്, ഇതിൻ്റെ അടിയിൽ നമുക്ക് നല്ലൊരു വളത്തിൻ്റെ ബെഡ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. അപ്പം മഴക്കാലത്ത് ചകിരിച്ചോറ് അധികം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം വേര് ചീഞ്ഞു പോകാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് ഞങ്ങളതൊരു 2 ചാക്കിലേക്ക് ഒതുക്കി. അപ്പോൾ ആദ്യത്തെ ലെയറിൽ നമ്മൾ 1 ചാക്കും, ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലെ ഒരു ലെയർ ചെയ്യുമ്പം അതിൻ്റെ മുകളിൽ 1 ചാക്കും കൂടെ നമ്മൾ ചകിരിച്ചോറിടും. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഡോളോമൈറ്റ്. നമ്മുടെ മണ്ണിലെ അസിഡിറ്റിയും പുളിപ്പും ഒക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഡോളോമൈറ്റ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം നമ്മളൊരു ഒരു 1/2 കിലോ ഡോളോമൈറ്റ് ഒക്കെയാണ് നമ്മൾ ഒരു ലെയറിൽ യൂസ് ചെയ്യുന്നത്. ടോട്ടൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക ഏകദേശം 1 കിലോ ഡോളോമൈറ്റ് ആണ്. അപ്പം നമ്മൾ ഡോളോമൈറ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആദ്യത്തെ ആ ലെയർ നല്ല രീതിയിൽ JCB ഉപയോഗിച്ച് മിക്സ് ചെയ്യണം. അതായത് മണ്ണും ചകിരിച്ചോറും ഡോളോമൈറ്റും നമ്മുടെ എന്താ പറയുക ഉമിയൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി സെക്കൻഡ് ബെഡ് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ ദേ നമ്മുടെ JCB പടി തുടങ്ങി കഴിഞ്ഞു. ഓൾറെഡി നല്ല രീതിയിൽ ഇളക്കി എല്ലാ വശത്തു നിന്നും ഇളക്കി അത് നല്ല രീതിയിൽ ഒരു ലെയറാക്കി മാറ്റി നമുക്കത് സെറ്റ് ചെയ്തെടുക്കുന്നത് കാണാം. എന്തായാലും ഞങ്ങൾക്ക് വന്ന JCBയുടെ ഡ്രൈവർ ആണെങ്കിലും പുള്ളി കൃഷിയിലൊക്കെ ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രോസസ്സിനെ പറ്റിയിട്ടും എന്താണ് മിയാവാക്കി എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പുള്ളി ചോദിച്ചറിഞ്ഞു. അപ്പം പുള്ളി ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് ഇത് നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ബെഡ് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഒരു അഭിപ്രായം പറഞ്ഞ് ഒരു താല്പര്യത്തോടു കൂടി ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതേ നമ്മുടെ സെക്കൻഡ് ബെഡ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് നല്ലപോലെ ഇളക്കി ചേർത്ത് ഒന്ന് റെഡിയാക്കി ഇതാ നമ്മളിപ്പം അടുത്ത ലെയറിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അതിനു മുമ്പായിട്ട് രാജുവേട്ടൻ എന്താ പറയുന്നത്, അവിടുത്തെ കല്ലും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് കളയുന്നുണ്ട്. ഇതപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് മേൽമണ്ണ് നിറയ്ക്കുകയാണ്. സെയിം പ്രോസസ്സാണ്. അത് ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. മണ്ണിട്ടതിന് ശേഷം നമ്മളിതാ വീണ്ടും ഉമി ഇടാൻ വേണ്ടി പോവാണ്. ബാക്കി വന്ന
8 ചാക്ക് ഉമിയും കൂടെ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചകിരിച്ചോറും ഡോളോമൈറ്റും ഒക്കെ ചേർത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ്. ഇതാ അപ്പം വീണ്ടും പുള്ളിക്കാരൻ പണിയൊക്കെ തുടങ്ങി നല്ല രീതിയിൽ മിക്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ മുകളിൽ നമ്മൾ ചെറിയൊരു ലെയർ മണ്ണും കൂടി ഇട്ടിട്ടുണ്ട്, മേൽമണ്ണും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കളം വരയ്ക്കലാണ്. അതിപ്പോ നമുക്ക് പുറകെ തന്നെ കാണാം. അപ്പൊ നമ്മുടെ മിയാവാക്കി ഫോറസ്റ്റ് വെക്കുന്നതിനുള്ള കുഴി നിറയ്ക്കൽ നമ്മൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ് ചെടിയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ 2 മാസം മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങി ചട്ടിയിലേക്ക് മാറ്റി നട്ട ചെടികളൊക്കെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഏകദേശം നല്ല രീതിയിൽ ചട്ടിയിൽ വേരൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുന്ന ചെടികളാണ്. അപ്പൊ ഇതാ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ പുറത്തേക്ക് നമ്മളിതാ കളം വരയ്ക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഏകദേശം നമ്മൾ 1/2 സെന്റ് സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഏകദേശം 250 സ്ക്വയർ മീറ്ററുള്ള സ്ഥലമുണ്ട്, 25 സ്ക്വയർ മീറ്റർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മീറ്റർ അളവുള്ള 25 ചതുര കള്ളികൾ നമ്മൾ വരച്ചു. 25 സ്ക്വയർ നമ്മൾ അവിടെ വരച്ചുണ്ടാക്കി കൃത്യമായിട്ട് അളവെടുത്തതിന് ശേഷം. അപ്പോൾ ഓരോ മീറ്ററിന്റെ ഓരോ ചതുരത്തിലും നമ്മൾ 4 ചെടി വെച്ചാണ് നടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ അളവെടുത്ത് കൃത്യമായിട്ട് കള്ളി തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മിയാവാക്കി ഫോറസ്റ്റ് ചെയ്യുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാരും മിസ്സായി പോകരുത്. നിങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ സ്റ്റെപ്പൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മിയാവാക്കി വനവൽക്കരണത്തിൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെടി നടേണ്ട ചെടികൾ നമ്മൾ അതിൻ്റെ കൃത്യമായ രീതിയിൽ നമ്മൾ ആ കള്ളികളിലേക്ക് എടുത്തു വെക്കും. അതായത് ഒരു വൻവൃക്ഷം, പിന്നെ ഒരു ഇടത്തരം വൃക്ഷം, പിന്നെ ഒരു ചെറിയ വൃക്ഷം, പിന്നെ ഒരു കുറ്റിച്ചെടി. ഈ രീതിയിൽ നമ്മൾ ആ കള്ളികളിലേക്ക് ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം എത്ര ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ് ഒക്കെ നിൽക്കുന്നത് എന്നുള്ള കാര്യം. പിന്നെ ഇതിനകത്തൊരു 3-4 ചെടി ഞങ്ങൾ വളരെ റീസെന്റ് ആയിട്ടാണ് വാങ്ങിയത്. ഞങ്ങൾ അന്വേഷിച്ചിരുന്ന ചെടികളൊന്നും കിട്ടാതിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ തപ്പിപ്പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് തന്നെ വെച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് എത്രത്തോളം സക്സസ് ആയി കിട്ടുന്ന അറിയില്ല. ബാക്കി ചെടികളൊക്കെ ഞങ്ങൾ 2 മാസത്തോളം വീട്ടിൽ നല്ല രീതിയിൽ നട്ട് നനച്ച് വളർത്തി വളമൊക്കെ കൊടുത്ത് വേര് പിടിപ്പിച്ചാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതേ നമ്മൾ ചെടി നടാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ചെടി അമ്മ തന്നെയാണ് വെക്കുന്നത്. ഇത് ആദ്യം വെക്കാൻ വേണ്ടി പോകുന്നത് ചക്കരക്കുട്ടി എന്ന് പറയുന്നൊരു നാടൻ മാവാണ്. ഇത് അമ്മ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ മേടിച്ചതാണ്, കൊല്ലത്തെ നഴ്സറിയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അമ്മ തന്നെയാണ് ഇതിനകത്തെ ആദ്യത്തെ, ഞങ്ങളുടെ മിയാവാക്കി വനത്തിലെ ആദ്യത്തെ ചെടി നട്ട് ഉദ്ഘാടനം നിർവഹിച്ചത് അമ്മയാണ്. ചക്കരക്കുട്ടിയാണ് അമ്മ നട്ടത്. അപ്പോൾ രവി അത് നല്ല രീതിയിൽ സെറ്റാക്കി ആദ്യത്തെ ചെടി നടൽ ഭംഗിയായിട്ട് പൂർത്തിയാക്കി. അപ്പോൾ ഇനി അടുത്ത ചെടി നടാൻ പോകുന്നത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ നടുന്ന ചെടി നമ്മുടെ കമ്പോഡിയൻ ജാക്ക് പ്ലാവാണ് നടുന്നത്. അപ്പോൾ രണ്ടുപേരും നല്ല ഒന്നാന്തരം 2 വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട് മിയാവാക്കിയിലേക്ക്. അപ്പോൾ ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രവിയും രാജുവേട്ടനും കൂടിയാണ് ചെയ്യുന്നത്. നമ്മുടെ കാട്ടിക്കുളത്തുള്ള ഈ സ്ഥലമാണെങ്കിലും ഞങ്ങളുടെ പുൽപ്പള്ളിയിലുള്ള പ്രോപ്പർട്ടിയിലൊക്കെ ആണെങ്കിലും ഇവർ തന്നെയാണ് എല്ലാ ചെടികളും നടുന്നതും നട്ട് പരിപാലിക്കുന്നതും ഒക്കെ. അതായത് ഇവർ നമ്മളെ എന്താണ് ഫാമിലിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അംഗങ്ങളാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പറമ്പിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ 1 by 1 ആയിട്ട് രവിയും രാജുവേട്ടനും കൂടെ ചെടികളൊക്കെ ഇങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഇനി ഇങ്ങനെ ചെടികൾ നട്ട് പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. നമുക്ക് കാണാം പലതരത്തിലുള്ള ചെടികളുണ്ട്. മാവുണ്ട്, അബിയുണ്ട്, പ്ലാവുണ്ട്, അത്തിയുണ്ട്, പിന്നെ ഫൈക്കസ് എന്ന് പറഞ്ഞ ചെടിയുണ്ട്, ഒരുപാട് പേരകളുണ്ട്, പിന്നെ ചെമ്പരത്തി ഉണ്ട്, ആഞ്ഞിലിയുണ്ട്, ഞാവലുണ്ട്, നെല്ലിയുണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയാ അരിനെല്ലിയുണ്ട്, കറിവേപ്പിലയുണ്ട്. അങ്ങനെ ഒരുപാട് 100 ചെടികൾ നമ്മൾ ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം മിയാവാക്കിയുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും അടുത്ത് ചെടികൾ വെക്കുന്നത് കൊണ്ട് സൂര്യപ്രകാശം കിട്ടാനായിട്ട് ചെടികൾ ശക്തിയായി മത്സരിച്ച് മുകളിലേക്ക് വളരും. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ അവിടെ ഒരു വനം രൂപപ്പെടുന്നത്. അപ്പോൾ അത് മുകളിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ അതിന്റെ വേര് ഓടാനുള്ളൊരു സാഹചര്യം നമ്മൾ മണ്ണിന്റെ അടിയിൽ സൃഷ്ടിച്ചു കൊടുക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ 1 മീറ്റർ കുഴിയെടുത്ത് നിങ്ങളെ കണ്ട പ്രോസസ് ഒക്കെ ചെയ്തത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഞങ്ങൾ രാമച്ചം വെച്ചിട്ടുണ്ട്, മാങ്കോസ്റ്റിൻ വെച്ചിട്ടുണ്ട്, ബറാബയുണ്ട്, തെച്ചിയുണ്ട്,
ചെമ്പരത്തി ഉണ്ട്, കറിവേപ്പില, അങ്ങനെ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിലപിടിക്കാനാവാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കാം. അങ്ങനെ ഞങ്ങൾ നട്ടുതിരാനായ സമയത്താണ് എന്തോ ഒരു നല്ല ലക്ഷണം പോലെ, നമുക്കൊരു അനുഗ്രഹം പോലെ ഒരു നല്ല മഴ പെയ്തത്. മഴയുടെ ഒരു ലക്ഷണം പോലും ഇല്ലായിരുന്നു അവിടെ അതുവരെ. നല്ല ചൂടായിരുന്നു. ചെടികളും പണിയെടുത്തിരുന്നവരൊക്കെ നല്ല ടയേർഡായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു 10-15 മിനിറ്റത്തേക്ക് ഒരു ഇടിലൻ മഴ വന്ന് ഞങ്ങളെ ആകെ നനച്ച്, ചെടികളെയും മണ്ണിനെയും ഒക്കെ നനച്ച് നമ്മളെ അനുഗ്രഹിച്ചിട്ട് കടന്നുപോയത്. എന്തായാലും ആ മഴയൊക്കെ കിട്ടിയ ഒരു സന്തോഷത്തിൽ, ആ ഒരു കുളിരിൽ പെട്ടെന്ന് തന്നെ ബാക്കി ചെടികളൊക്കെ നട്ടങ്ങ് തീർത്തു. ഇപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ, ഏകദേശം നമ്മൾ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് 3-4 ചെടികളൊക്കെ മാത്രമേ നടാൻ വേണ്ടി ബാക്കിയുള്ളൂ. പിന്നെ ഇതിനകത്ത് ചെടികൾ വെക്കുന്ന രീതി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഒരു വൻമരം, അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ഇടത്തരം മരം, പിന്നെ ഒരു ചെറിയ മരം, പിന്നെ ഒരു കുറ്റിച്ചെടി, ഈ രീതിയിൽ നമ്മൾ വെക്കുന്നത് തന്നെ അതിന്റെ ആ ഒരു ഡൈവേഴ്സിറ്റി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. എല്ലാം ഒരേ ടൈപ്പ് മരങ്ങൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വളർച്ച ആ ഒരു ത്വരിതഗതിയിലാവണമെന്നില്ല. ഇതിപ്പോൾ നമ്മൾ വൻവൃക്ഷം വെക്കുന്നത് അത് ഒരുപക്ഷെ പെട്ടെന്ന് വളർന്ന് മേലേക്ക് പോകും. അപ്പം അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടൈപ്പ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് ഈ മിയാവാക്കി മാതൃകയിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിയാവാക്കി എന്ന് പറയുന്ന ബോട്ടണിസ്റ്റ് ജപ്പാനിലും ലോകം മുഴുവൻ വനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടോ അവിടത്തെക്കാട്ടിലൊക്കെ അധികം വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. ഒരുപക്ഷെ നമ്മുടെ കാലാവസ്ഥയും മണ്ണും ഒക്കെ ഈ ഒരു വനവൽക്കരണത്തിന് അനുകൂലമായതുകൊണ്ട് തന്നെ ആവണം ഇത്രയധികം വേഗത്തിൽ നമ്മുടെ മിയാവാക്കി രീതിയിൽ നടുന്നത് ഒരു വനമായി മാറുന്നത് പെട്ടെന്ന് തന്നെ. എനിക്ക് മിയാവാക്കി വനം ഈ ഒരു രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവാനുള്ള ഒരു കാരണം തന്നെ തിരുവനന്തപുരത്തുകാരനായ മിസ്റ്റർ ഹരി എന്ന് പറയുന്ന വ്യക്തി ഒരു പാറക്കെട്ട് മുഴുവൻ ഒരു മിയാവാക്കി വനവൽക്കരണത്തിലൂടെ പച്ചപ്പ് നിലനിർത്തി അല്ലെങ്കിൽ നേടിയെടുത്തത് കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ചെടിയൊക്കെ നട്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ വളം കൊടുക്കലാണ്. നമ്മുടെ മണ്ണിൽ അത്യാവശ്യം നല്ല രീതിയിൽ വളങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്നത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ്. അതുതന്നെയാണ് നമ്മൾ ഇവിടെയും ആദ്യം തന്നെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം രാജുവേട്ടനൊക്കെ അതിന് കൃത്യമായിട്ട് അളവറിയാം, ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ഇതിന് വളം കൂടെ കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും മഴ തുടങ്ങുന്നതിന് മുമ്പ് 1-2 തവണ 15 ദിവസത്തെ ഗ്യാപ്പിൽ ഈ വളം കൊടുക്കുന്നത് ചെടികൾ നമുക്ക് നശിച്ചു പോകാതെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നല്ല രീതിയിൽ വേരോട്ടമൊക്കെ ഉണ്ടാവും ചെടികൾക്ക്. ഈ ഗ്രീൻ പ്ലാനറ്റിന്റെ വളങ്ങളെ പറ്റിയിട്ടും അത് കൊടുക്കുന്ന രീതിയെ പറ്റിയിട്ടൊക്കെ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ അവർ വളങ്ങളൊക്കെ മിക്സ് ചെയ്തു ഇതെല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ഒരു സപ്പോർട്ട് ചെടികൾക്കെല്ലാം വേണ്ടി കൊടുക്കണം. നമ്മളൊരു വടി അടുത്ത് കുത്തി വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കെട്ടി നല്ല രീതിയിൽ ചെടികൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഞങ്ങളത് കൊടുത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കുറച്ച് ഉയർന്ന പ്രദേശമായതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റടിക്കുന്ന സ്ഥലമാണ്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതിന് ചുറ്റും ഒന്ന് നെറ്റ് കെട്ടുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ചുകൂടെ പ്രോസസ്സ് ഉണ്ട്, നമുക്കത് വഴിയെ കൃത്യമായിട്ട് കാണാം. ഇവർ നല്ല വൃത്തിയിൽ ചുറ്റിനും നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പി കെട്ടുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം കാട്ടുപന്നിയുടെ ശല്യമുണ്ട് അവിടെ. അപ്പോൾ അതിനെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ചുറ്റും വേലി കെട്ടി അതിന് ചുറ്റും കമ്പിയൊക്കെ വലിച്ചു കെട്ടിയത്. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് മൾച്ചിങ് ആണ്. അപ്പോൾ ഞങ്ങൾ വൈക്കോലൊക്കെ നേരത്തെ സെറ്റാക്കി വെച്ചിരുന്നതുകൊണ്ട് അതിനകത്ത് നല്ല രീതിയിൽ നമ്മളൊരു വൈക്കോലിൻ്റെ ലെയറും കൂടെ കൊടുത്തു. വെള്ളത്തിനൊരു അംശം നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഒരു വലിയൊരു ലെയർ കൊടുത്തിട്ടില്ല, കാരണം മഴക്കാലം വരാൻ പോകുന്നത് കൊണ്ട് ഓവറായിട്ട് വെള്ളത്തിൻ്റെ അംശം നിലനിർത്തേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ലെയറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നല്ല രീതിയിൽ മൾച്ചിങ് കൊടുക്കാനും നല്ലപോലെ ഒന്നുകൂടെ വളമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മഴക്കാലം കഴിയണം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു നെറ്റും കൂടെ വലിച്ചു കെട്ടി, അതായത് ഇത് നട്ട് നമ്മൾ ഒരാഴ്ച 10 ദിവസമെങ്കിലും കഠിനമായ വെയിലും അതിശക്തമായ മഴയും കൊള്ളാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷൻ നമ്മൾ എടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഈ ചുറ്റും ഒരു നെറ്റൊക്കെ വലിച്ചു കെട്ടി മുകളിൽ ഒരു നെറ്റ് വലിച്ചു കെട്ടി ഒരു 10 ദിവസത്തേക്ക് ഇങ്ങനെ
എന്തായാലും നിർത്താനാണ് തീരുമാനം. അതിനുശേഷം അത് വന്നു കഴിഞ്ഞിട്ട് ചെടിയുടെ അവസ്ഥയൊക്കെ നോക്കിയതിന് ശേഷം നമ്മളത് അഴിച്ചു മാറ്റും, മുകളിൽ കെട്ടിയ ആ ഒരു നെറ്റ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം, നമ്മൾ മിയവാക്കി നട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പം നമുക്ക് ചെമ്പരത്തിയിലൊക്കെ ഇഷ്ടംപോലെ പൂ വന്നിട്ടുണ്ട്, പുതിയ പുതിയ തളിരുകൾ വന്നിട്ടുണ്ട്, ചെടികളെല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ നല്ല രീതിയിൽ ചെമ്പരത്തിയൊക്കെ പൂ വന്നിട്ടുണ്ട്, എല്ലാത്തിലും തളിരുകളൊക്കെ വന്ന് എല്ലാ ചെടി നല്ല ആരോഗ്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നല്ല രീതിയിൽ വേരോട്ടം നമുക്ക് താഴേക്ക് കിട്ടുന്നുണ്ട്. മുരിങ്ങയൊക്കെ ചെറുതായിട്ട് പൂവിട്ട് തുടങ്ങി. എന്തായാലും ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ എടുത്ത എഫേർട്ടിന് ഒരു റിസൾട്ട് കാണുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാഴ്ച തന്നെയാണല്ലോ. എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ വളർന്ന ഒരു വനം സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. എന്തായാലും ഈ ഒരു പ്രോസസ്സൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നും ഒക്കെ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ കുറേ ആൾക്കാരെങ്കിലും പറ്റുന്ന സ്ഥലത്ത് 1/2 സെന്റെങ്കിൽ 1/2 സെന്റ്, ഇനി അതിലുള്ള 1/4 സെന്റെങ്കിൽ 1/4 സെന്റ്, പറ്റുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയ വനം സൃഷ്ടിച്ച് നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകൾ കൃത്യമായ ഇടവേളകളിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഉറപ്പായിട്ടും നമുക്കിതൊരു ചർച്ച അവിടെ നടത്താൻ എനിക്ക് താല്പര്യമുണ്ട്, ഈ ഒരു രീതിയെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ചൂടൊക്കെ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ. എന്തായാലും നമുക്ക് ഇനിയും വീണ്ടും അടുത്ത വേറൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.